കാസർഗോഡ് കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ 5-അംഗ സംഘം പിടിയിൽ. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് അടക്കമുള്ളവരാണ് പിടിയിലായത്. കോട്ടയിലെ വെള്ളമില്ലാത്ത കിണറിനകത്താണ് ഇവർ കുഴിക്കാൻ തുടങ്ങിയത്. ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. 1 2 3 4 5 എല്ലാവരും വിവരങ്ങളുമായി ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, പണ്ട് കഥകളിലൊക്കെ കേട്ടത് തന്നെയാണ് ഈ നിധിയൊക്കെ കുഴിച്ച് കണ്ടെത്താൻ പോകുന്ന കഥകളൊക്കെ. ഇതിന്റെ പിറകിലുള്ള കഥ എന്താണ്? യാഥാർത്ഥ്യം ഏതെങ്കിലും ഉണ്ടോ? കണ്ണൂർ ഭാഗത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കടക്കം നിധി ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഈ യുവാക്കളെ കുമ്പള കോട്ടയിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കോട്ടയാണ് കുമ്പള ആരിക്കാടി കോട്ട. ഇവിടെ നിധി കുഴിച്ചെടുക്കാനാവും എന്ന് വിശ്വസിച്ച് 5-അംഗ സംഘം എത്തുകയായിരുന്നു. അവർ കോട്ടക്കകത്ത് വെള്ളമില്ലാത്തൊരു കിണറുണ്ട്. ഈ കിണറിനകത്ത് അത് കുഴിച്ചെടുക്കുന്നതിൽ ശബ്ദം സമീപവാസികൾക്ക് കേൾക്കുകയായിരുന്നു. അങ്ങനെ ആളുകൾ വന്നു നോക്കിയപ്പോൾ 5 പേർ ഈ നിധി കുഴിച്ചെടുക്കാൻ അവിടെ എത്തിയ വിവരം അറിയുന്നത് മൊഗ്രാൽ പുത്തൂർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുജീബ് കമ്പാർ അടക്കമുള്ള ആളുകളായിരുന്നു ഈ നിധി എടുക്കാൻ എത്തിയിരുന്നത്. ഉടൻ തന്നെ കുമ്പള പോലീസിനെ വിവരം അറിയിക്കുകയും കുമ്പള പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തത്. ഇതിന് 2 ദിവസം മുൻപും സമാനമായ സ്വഭാവത്തിൽ നിധി ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഈ കോട്ടയിലെത്തി ഇവർ നിധി കുഴിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങളായി നിധി കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്നും അവർ ആ വെള്ളമില്ലാത്ത കിണറുകളിൽ ഇറങ്ങി പരിശോധന നടത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. സമീപ പ്രദേശങ്ങളിലൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്ത പ്രചരിപ്പിക്കുകയും അങ്ങനെ യുവാക്കളെ അത് വിശ്വസിപ്പിക്കുകയും അങ്ങനെയാണ് ഇവർ കുമ്പള ആരിക്കാടി കോട്ടയുടെ കിണറിൽ നിധിയുണ്ട് എന്ന് വിശ്വസിച്ച് അവിടെ എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന.